തുടർച്ചയായ 5-ാം ദിവസവും കുടിവെള്ളം മുട്ടുകയാണ് തലസ്ഥാനത്ത്. ഇന്ന് പുലർച്ചെയോടെ വെള്ളം എത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പലയിടങ്ങളിലും ഇന്നും പുലർച്ചെയും വെള്ളം എത്തിയില്ല. രാവിലെയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും പലയിടത്തും പാഴ്വാക്കായി. നേമം, വട്ടിയൂർക്കാവ്, കരമന, ആറ്റുകാൽ എന്നീ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം ഇനിയും എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ പ്രവർത്തിക്കുന്ന ഗേൾസ് ഹോസ്റ്റലിൽ 11 ദിവസമായി വെള്ളമില്ല. വെള്ളമില്ലാതെ കുട്ടികൾ ദുരിതമനുഭവിക്കുകയാണ്. വാട്ടർ അതോറിറ്റി വിളിച്ചിട്ടും പ്രതികരണമില്ലെന്ന് കുട്ടികൾ പറയുന്നു. അതേസമയം കുടിവെള്ളം മുടങ്ങിയതിൽ UDF കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ പ്രതിഷേധിക്കും. അരുൺ സോളമൻ ചേരുന്നു ഹോസ്റ്റൽ പരിസരത്ത് നിന്നും. അരുൺ സോളമൻ, എന്താണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് പറയാനുള്ളത്? ഇപ്പോഴും വെള്ളം ഹോസ്റ്റലിൽ എത്തിയിട്ടില്ലേ? അരുൺ, തുടർച്ചയായിട്ട് 5 ദിവസങ്ങളായിട്ട് തിരുവനന്തപുരത്ത് അതിരൂക്ഷമായിട്ടുള്ള ജലക്ഷാമം തുടരുകയാണ്. ജലവിതരണം ഇതുവരെയും ആരംഭിക്കാത്ത സ്ഥലങ്ങളാണ് ഈ കരമന, അതുപോലെ തന്നെ ആറ്റുകാൽ, നേമം, വട്ടിയൂർക്കാവ് അടക്കമുള്ള പ്രദേശങ്ങൾ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വഞ്ചിയൂരിലുള്ള ഋഷിമംഗലം റെസിഡൻസ് അസോസിയേഷനിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത്. കഴിഞ്ഞ 11 ദിവസമായിട്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിൽ നിലവിലെ പ്രശ്നങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വഞ്ചിയൂർ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവിടെ വെള്ളം കിട്ടാത്തതെന്നുള്ളതാണ് അവരുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന ഒരു കാരണം ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ പമ്പിംഗ് ഇല്ല, അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം. എന്തായാലും ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. ചേട്ടാ, എത്ര ദിവസമായി ഇപ്പോൾ ഇവിടെ വെള്ളമില്ല? ഇവിടെ 10-11 ദിവസമായിട്ട് വെള്ളമില്ല. അപ്പം ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്പാൽപ്പം കിട്ടിക്കൊണ്ടിരുന്നത് അവിടെ പോലും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് 10-15 ദിവസമായി. എല്ലാവരും വളരെ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയിലാണ് അവരുടെ സ്ഥിതി. അതുകൊണ്ട് എത്രയും വേഗം അവർക്ക് വെള്ളം പുനഃസ്ഥാപിക്കണം. കാരണം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് പണ്ട് വെള്ളം കൊടുക്കുമായിരുന്നു ഫ്രീ ആയിട്ട്. ഇപ്പം അതും കൊടുക്കത്തില്ല. ഇപ്പോൾ അവർക്ക് 1300 രൂപ കൊടുത്താൽ 2000 ലിറ്റർ വെള്ളം കിട്ടുന്ന, അങ്ങനെ പൈസ കൊടുത്ത് വെള്ളം മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടെയുള്ള പലർക്കും ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. 11 ദിവസമായി ഇവർ വെള്ളമില്ലാതെ കഴിയുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ? എന്താണ്? ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഒരു 11 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയൊരു പ്രശ്നമല്ല. കഴിഞ്ഞ 4 മാസമായിട്ട്, അതായത് നമ്മുടെ കോൺവെന്റ് റോഡ് പണി നടക്കുന്ന സമയം മുതൽ ഈ ഒരു പ്രശ്നമുണ്ട്. അന്ന് പറഞ്ഞത് ഈ പണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും വെള്ളം കിട്ടും. ഇതിനപ്പുറത്തെ ലൈനിലാണെങ്കിൽ അവർ ഡയറക്റ്റ് ലൈൻ കൊടുത്തു, അവർക്ക് വെള്ളം കിട്ടി. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ പല കംപ്ലൈൻറ്റും ചെയ്യുമ്പോഴത്തേക്ക് പൊക്ക പ്രദേശമായതുകൊണ്ട് നമുക്ക് വെള്ളം ഇല്ല എന്നാണ്. പ്രദേശമായതുകൊണ്ട് വെള്ളം വരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. നിലവിൽ എന്താണ് പറയുന്നത്? നിലവിൽ അവർ നോക്കാം, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ ബില്ലും കറക്റ്റും കാര്യം. നിലവിലെ പമ്പിംഗ് പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? പറയുന്നുണ്ട്, നമ്മൾ കൊണ്ട് കാണിക്കുന്നുണ്ട്. അവരെടുത്ത് അവർ വന്ന് പലതവണ നമുക്ക് വന്ന് നോക്കുകയുണ്ടായി. നോക്കിയപ്പോഴും അവർ പറയുന്നത് ശരിയാവും ഡെയിലി ഇത് തന്നെയാണ് പറയുന്നത്. കോളേജുകളിലാണോ പഠിക്കുന്നത്? ഇവിടെ ഞാൻ വർക്കിംഗ് ആണ്, ഞാൻ ഓൺ ഇതാണ് കോളേജ്. ഞാൻ കോച്ചിങ്ങിന് പഠിക്കാൻ വന്നത്. ഏതാ കോഴ്സ്? ഞാൻ SSCയുടെ കോച്ചിങ് ആണ്. നിലവിൽ ഇത്രയും ദിവസം 11 ദിവസമായി വെള്ളമില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠനമൊക്കെ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും കുളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോക്ക് നടക്കുന്നില്ല. അത് പ്രാഥമികമായ ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നോ? ബന്ധപ്പെട്ടിരുന്നു. പലതവണ പരാതിയും കൊടുത്തിരുന്നു. ഇവിടെ ഇത് ഈ സമയത്ത് മാത്രമല്ല, കുറെ നാളുകളായിട്ട് തന്നെ നമ്മൾ ഇത് തന്നെ വകുപ്പ് മന്ത്രിയുടെ റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. തീർച്ചയായിട്ടും ജല അതോറിറ്റിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഈ ഹോസ്റ്റലിൽ അടക്കം വെള്ളം എത്തിച്ചിട്ടില്ല. 5 ദിവസമായി വലിയ ഗുരുതരമായ വെള്ളക്ഷാമമാണ് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നും പുലർച്ചെയും പലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല.